കൃപാസന മാതാവിനും ഈശോയ്ക്കും നന്ദി. എന്നെ ഈ ആൾക്കാരെ നിർത്തി ഒരു സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ചതിന്. ഞാൻ കാനഡയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അമേരിക്കയിലെ ഒരു RN എക്സാം എൻ്റെ കൂട്ടുകാരെല്ലാം പാസ്സായിട്ട് ഞാൻ കേട്ടു. പണ്ടേ ഞാനത് വിട്ട ഒരു എക്സാമായിരുന്നു. ഭയങ്കര പാടുള്ള എക്സാമാണ്. അപ്പോൾ അവരെല്ലാം പാസ്സാവുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് മൈൻഡ് നല്ല ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അത് കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ പഠിച്ചു. ഞാൻ ഓർത്തു ഒരു വർഷത്തോളം അതിന് സമയം കൊടുക്കാം. ഞാൻ ആ ഒരു വർഷത്തോളം സമയം കൊടുത്ത് പതുക്കെ അത് പഠിച്ചു. പക്ഷേ ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഭയങ്കര കട്ടിയുള്ള ഒരു എക്സാമായിരുന്നു. എൻ്റെ കയ്യിൽ ഒരിക്കലും അത് വരാൻ ഭയങ്കര പാടാണ്. അപ്പം പുറമേ നിന്ന് ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ നല്ലതായിട്ട് പഠിക്കുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ എക്സാം എഴുതിയാൽ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ഞാൻ ഡേറ്റ് എടുത്തു. അപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ എക്സാം എഴുതി പാസ്സായി, കൃപാസനത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് എക്സാമും ഡേറ്റ് എടുത്ത് ഞാൻ പോയി എക്സാം എഴുതിയപ്പോഴത്തേക്ക് എനിക്കൊന്നും മനസ്സിലായി. ഇതുപോലെ കട്ടിയുള്ളൊരു എക്സാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ആ എക്സാം എഴുതി ഞാൻ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് ജീസസിൻ്റെ പിക്ചറിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു പറഞ്ഞു, ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞു എൻ്റെ പുസ്തകം വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഞാൻ കരഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ ചുറ്റും മാതാവിൻ്റെ വലിയ ഒരു സുഗന്ധം, ഭയങ്കര സ്മെല്ല് എൻ്റെ ചുറ്റും നിറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അമ്മ വന്നു എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും പിന്നെ മുന്നോട്ട് ഞാൻ എങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ എൻ്റെ അമ്മ ഓരോ ദിവസവും സാക്ഷ്യത്തിലൂടെയും ധ്യാനത്തിലൂടെയും പറഞ്ഞു തന്നു. ഞാൻ അമ്മ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. ആ 3 മാസം പിന്നെ ഞാനുള്ളത് അമ്മയുടെ പിക്ചറിൻ്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കാനായിട്ട് ബുക്ക് എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഞാൻ പഠിച്ചിട്ടേ ഇല്ല. അമ്മയുടെ പിക്ചറിന് മുമ്പ് ഇരിക്കുമ്പോൾ അമ്മയുടെ നിയന്ത്രണത്തിലായിരുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നെല്ലാം എൻ്റെ അമ്മ എനിക്ക് സാക്ഷ്യത്തിലൂടെ പറഞ്ഞു തന്നു. ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന അത് അമ്മ വിചാരിക്കുന്ന കാര്യമല്ലെങ്കിൽ എൻ്റെ ഫോണിലെ ആ ചാനൽ പോലും മാറ്റിത്തരും. അതുപോലെ അമ്മയുടെ വലിയ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ 3 മാസത്തോളം വലിയ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ നടന്നു. പുസ്തകം തുറന്ന് നോക്കിയിട്ടില്ല. കാരണം ഞാൻ ഒരു വർഷത്തോളം പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമേ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കിനി പഠിക്കാനേ വയ്യ, കാരണം എൻ്റെ തലയങ്ങ് പെരുക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം 3 മാസത്തോളം പ്രാർത്ഥനയെ കഴിഞ്ഞ് ഞാനൊരു ദിവസം ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഈ മാതാവിന് എൻ്റെ ഡേറ്റ് വല്ലതും അറിയാവോ, ഞാൻ ഈ എടുത്ത ഡേറ്റ് അറിയാവോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ഞാൻ പെട്ടെന്നൊരു മയക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഞാനൊരു ദർശനം കാണുകയാണ്. ഫുള്ള് മഞ്ഞ വെളിച്ചം. ആ മഞ്ഞ വെളിച്ചത്ത് എൻ്റെ സിസ്റ്റർ എൻ്റെ ചെവി വന്ന് പറയുകയാണ്, 7% അകലെ നീ എക്സാം എഴുതിക്കോളാനെ. അപ്പോൾ 7% അകലെ എഴുതാൻ പറഞ്ഞെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ അമ്മേ, ഇങ്ങനൊന്നും ദർശനം തരരുത്. ബൈബിൾ ഉപമ പോലും എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ 7% അകലെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് 7% അകലെ എക്സാം എഴുതാൻ പറഞ്ഞു. ആ ദർശനത്തിൻ്റെ കണ്ടിന്യൂവേഷനിൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുകയാണ്, എടി നിൻ്റെ സിസ്റ്റർ പറഞ്ഞു 7% അകലെ എക്സാം എഴുതാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്തുവാ, ഇതെന്നാ ദർശനമാ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഞാൻ രാവിലെ ആകുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു ദർശനം കണ്ടു, എന്താണ് ഇതിനകത്തൊന്നും മനസ്സിലാക്കുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, നീ എക്സാം എഴുതാൻ പോകാൻ വേണ്ടിയാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ എക്സാമിനെ പറ്റിയുള്ള അവർ പോലും അറിയാം, ഞാൻ എടുത്ത ഡേറ്റ് അറിയാം, ഞാൻ നടന്ന വഴികൾ അറിയാം, ഞാൻ എക്സാം ഡേറ്റ് എടുത്തെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഇതുപോലെ ഞാൻ കാമായിട്ടൊരു എക്സാം എഴുതിയിട്ടില്ല. ഞാൻ 1ാം ക്ലാസ്സിലെ പിള്ളേർ എഴുതുന്ന പോലെ എഴുതിയത്. ഞാൻ
ഓരോ ക്വസ്റ്റ്യനും എൻ്റെ കൈകൾ വിരിച്ച് ആ മോണിറ്ററിന് മേൽ കൈകൾ വിരിച്ച് ഞാൻ ഉയർത്തി, കൃപാസന മാതാവിൻ്റെ സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഉയർത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 85 ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ മതി കേട്ടോ, ഈ എക്സാം മതി, ഇത് എനിക്ക് തലയ്ക്ക് പെരുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സുഗന്ധം വീണ്ടും വന്നു. എൻ്റെ മോണിറ്റർ ഷട്ട് ഡൗൺ ആയി. പിന്നെ അതിൻ്റെ എക്സാം റിസൾട്ട് ഞാൻ എൻ്റെ ജന്മദിനത്തിന് തന്നെ അമ്മ സമ്മാനമായിട്ട് തന്നു. പാസ്സായി. പിന്നെ അതിൻ്റെ എല്ലാ പേപ്പർ വർക്ക്സ് എല്ലാം എൻ്റെ അമ്മ ഉടൻ തന്നെ എല്ലാം ശരിയാക്കി തന്നു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ കാനഡയിൽ ജോസഫച്ചൻ വന്നപ്പോഴത്തേക്ക് ഞാനൊരു വിഷമം എന്തോ പറയാൻ വേണ്ടി അച്ഛൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ സാക്ഷ്യം പറയുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്ത, കർത്താവേ, ഇതെൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. എൻ്റെ മാതാവിന് എന്നോടുള്ള സ്നേഹം, മാതാവിനെ നമ്മളെല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നു, ആകുലതയോടെ നമ്മുടെ പുറകെ നടക്കുന്നു എന്നുള്ള ഒരു അറിവ് എനിക്ക് എൻ്റെ ഈ എക്സ്പീരിയൻസിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഒത്തിരി കോടികൾ കിട്ടുന്നതിലും, കാരണം അമ്മയുടെ ഒരു സാന്നിധ്യം, അമ്മയുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്രഷനെല്ലാം മാറ്റിക്കളയും. പിന്നെ അന്നത്തെ ആ ശക്തമായ പ്രാർത്ഥനയിൽ എൻ്റെ മൂത്ത കുട്ടിക്ക് സ്കൂളിൽ സോക്കർ ടീമിൽ അംഗമാകണമെന്ന് ഭയങ്കര ആഗ്രഹം പറഞ്ഞായിരുന്നു ഞാൻ. പക്ഷേ അത് മൈൻഡ് ചെയ്തില്ല. കാരണം കൂടുതലും അവിടെ വൈറ്റ്സാണ് അവരുടെ ക്ലാസ്സിൽ. അപ്പം അവർ നമ്മളെക്കാട്ടിലും കുറച്ചുകൂടെ സ്മാർട്ടായിരിക്കും. അപ്പം അവൾ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് അത്രയ്ക്ക് ഊന്നിയില്ല, ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. പക്ഷേ അടുത്ത ദിവസം എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, അമ്മേ, ഞാൻ സോക്കർ ടീമിലായെന്ന്, അവരുടെ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അവളെ അവരെടുത്തെന്ന്. അപ്പം ഞാൻ ഓർത്ത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അപ്പോൾ അവൾ പറയുകയാണ്, അമ്മേ, ഞാൻ കാരണം അവർക്ക് പോയിൻറ്റ്സ് കിട്ടി, അത് കാരണം അവളെ സോക്കർ ടീമിൽ എടുത്തെന്ന്. അപ്പം ഇതെല്ലാം എൻ്റെ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ സാധിച്ചതാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബിസിനസ് ആവശ്യത്തിനായി 2 ട്രെയിലർ എടുത്തായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് വിചാരിച്ചതുപോലെ ആദ്യ തുടക്കത്തിൽ അത് നടന്നില്ല. അപ്പോഴത്തേക്ക് അത് ഞങ്ങളുടെ കയ്യിൽ നിന്നായിരുന്നു പൈസ ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത്. പിന്നെ അപ്പം മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശക്തമായ ഒരു പ്രകാശം ഞാൻ ആ പ്രാർത്ഥനയിൽ കണ്ടു. അപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി, മാതാവ് അതും ഏറ്റെടുത്തു, ദൈവം വന്നു എന്ന് മനസ്സിലായി. അടുത്ത ദിവസം തന്നെ ആ 2 ട്രെയിലേഴ്സും വാടകയ്ക്ക് അവരെടുത്തു. ലൈറ്റ് അക്കാൻ്റെ റിക്വസ്റ്റ് ഇട്ടാണ് ഞാൻ ഈ എക്സാം എല്ലാം പാസ്സായതും ഇതെല്ലാം ചെയ്തത്. പക്ഷേ എനിക്ക് ദർശനത്തിലൂടെ മാതാവ് ഉടമ്പടിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓരോന്ന് കാണിച്ച്, ഓരോന്ന് കൊച്ചു പിള്ളേരെ ചെയ്യിപ്പിക്കുന്ന പോലെ എന്നെ ഓരോ കാര്യവും ചെയ്യിപ്പിച്ചായിരുന്നു. അങ്ങനെയാണ് ഞാനിതെല്ലാം എനിക്ക് അമ്മ സാധിച്ചു തന്നത്. എല്ലാം ഒരുമിച്ചല്ല അമ്മ എനിക്ക് കാണിച്ചത്. കാരണം എനിക്കെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഭയങ്കര ഭാരമാവുമല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടാവുമല്ലോ എന്ന് കരുതി അമ്മ എന്നെ കുഞ്ഞുങ്ങളെ പോലെ ഓരോ ദർശനം കാണിക്കും. ഒരു ദിവസം ഞാൻ കണ്ട ദർശനം എന്ന് പറയുന്നത് ഒരു മഞ്ഞ വെളിച്ചത്തിന് ചുറ്റും ഒരു മഞ്ഞ വട്ടത്തിലുള്ളൊരു മഞ്ഞ വെളിച്ചം, അതിന് നടുക്ക് കരിഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇതെന്തുവാന്ന്. പിന്നെ ധ്യാനത്തിൽ ഞാൻ കണ്ടതാണ് ഈ അൾത്താരയിൽ ഇവിടെ ബൈബിള് ഇവിടെയുണ്ട്. അത് നിങ്ങൾക്ക് കാണാം, അത് മഞ്ഞ വെളിച്ചത്തിലാണ് ആ നടുക്ക് ബൈബിൾ, അതാണ് കരിഞ്ഞിരിക്കുന്നത് കാരണം. അതായത് ബൈബിൾ വായനയില്ല എന്ന് എന്നെ കാണിച്ചു തന്ന എൻ്റെ അമ്മ. അങ്ങനെ ഓരോന്നോരോന്നും പടിപടിയായിട്ട് എന്നെ കൊണ്ട് അമ്മ ചെയ്യിപ്പിച്ചു. ഞാൻ കൃപാസനം പത്രം പ്രിൻ്റ് എടുത്തെല്ലാം കൊടുത്തു അവിടെയുള്ള എൻ്റെ ഇടവകയിലുള്ള അംഗങ്ങൾക്ക്. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ അമ്മ ചെയ്തു. അമ്മ ചെയ്യിപ്പിച്ചെന്നെ അനാഥാലയത്തിൽ അവിടെ കുട്ടികൾക്ക് സഹായം കൊടുത്തു. പിന്നെ കഴിവതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രെയർ ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ നമുക്ക് വിചാരിക്കുന്ന ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മളുടെ ഈ ശക്തമായ പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റവും നല്ലത് ദൈവം തരൂ എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്നും
ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഏതെങ്കിലും വിഷമതകളിൽ നമുക്കെല്ലാം സഹിക്കാനുള്ള കരുത്തും ഒക്കെ ദൈവം അപ്പോൾ തരും. പിന്നെ നമുക്കൊരു നല്ല ഭാവിയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിച്ച് ഓരോ തെറ്റായ രീതിയിൽ പോകാതെ നല്ല രീതിയിൽ ജീവിക്കാനും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കാൻ. എൻ്റെ പ്രാർത്ഥന വളരെ കുറവായിരുന്നു. ഞാൻ ദൈവത്തോട് സംസാരിച്ച് പ്രെയർ ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ ഞാൻ എന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഒത്തിരി കുറച്ചും കൂടെ നന്നായി. ഞങ്ങളെല്ലാവരും ജപമാല ചെല്ലാൻ തുടങ്ങി. കുർബാന ചെല്ലാനായിട്ട് വീട്ടുള്ളവരെ പുഷ് ചെയ്യാനും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മളത് പോകാതിരുന്നാലും അത് പെട്ടെന്ന് അത് വേണം എന്നുള്ള ഒരു വലിയ ശക്തമായ ഒരു ചിന്ത ഞങ്ങളിലേക്ക് വന്നു. അപ്പം ഇതൊക്കെയാണ് എനിക്ക് വന്ന മാറ്റങ്ങൾ. കാനഡയിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജോസഫ് അച്ഛൻ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിലെടുത്തു. ഞാനിപ്പോൾ ഉടമ്പടിയിലാണ്. ഞങ്ങൾക്കവിടെ 1 വർഷത്തിൻ്റെ ഉടമ്പടിയാണ് തന്നത്. ഞാനപ്പോൾ അച്ഛൻ ഇത് സാക്ഷ്യം പറയുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു എനിക്ക് അമ്മയുടെ ഈ സാന്നിധ്യം, എനിക്ക് അനുഭവമായ സാന്നിധ്യം മറ്റുള്ളവരിലേക്ക് എനിക്ക് എത്തിക്കേണ്ട ബാധ്യത ഉണ്ട് എന്ന ഒരു ചിന്തയിലാണ് ഞാനിപ്പം വന്നിരിക്കുന്നത്. എനിക്ക് ഇതിനെല്ലാം സാധിപ്പിച്ചതിന് ഇവിടെ, കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്കൊന്നാമത് ഭയങ്കര പേടിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇതെല്ലാം എനിക്ക് സാധിപ്പിച്ച എൻ്റെ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ദൈവത്തിന് ഒത്തിരി നന്ദി. എൻ്റെ ദൈവമേ നന്ദി, എൻ്റെ ഈശോയെ നന്ദി.